പൊന്നിൻ ചിങ്ങമാസമെന്നും ഓണത്തെ പൊന്നോണമെന്നും വിളിക്കാനുള്ള കാരണമെന്താണെന്ന് അറിയാമോ? ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. ചിങ്ങമാസത്തിൽ അത്തം മുതൽ 10 ദിവസമാണ് ഓണാഘോഷം. അത്തം 10-ന് പൊന്നോണമാണ്. ചിങ്ങത്തിലെ തിരുവോണം ഓരോ മലയാളികൾക്കും ഗൃഹാതുരത നൽകുന്ന ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. മഹാബലിയുടെ വരവേൽപ്പിൻ്റെ ഓർമ്മകളാണ് ഓണത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ പ്രാധാന്യം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന വരികൾ ജാതിമത ഭേദമന്യേ ഓണം നമ്മുടെ സ്വന്തം ആഘോഷമാണെന്ന് ഊട്ടിയുറപ്പിക്കുന്നു. ഓണം നമുക്ക് വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്. പഞ്ഞക്കർക്കിടകം കഴിഞ്ഞ് സമൃദ്ധിയുടെ പൊലിമ മുന്നോട്ട് വയ്ക്കുന്ന കാർഷികോത്സവം. ഓണത്തെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയം മഹാബലിയുടേതാണ്. മഹാബലി എന്നൊരു അസുര ചക്രവർത്തി നാടു ഭരിച്ചിരുന്നു. എല്ലായിടത്തും ജയിച്ചവനായിരുന്ന മഹാബലിയുടെ ഗർവ് മാറ്റുന്നതിന് വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായി മഹാവിഷ്ണു അവതരിച്ച് തപസ് ചെയ്യുവാൻ 3 അടി മണ്ണ് മഹാബലിയോട് ചോദിച്ചു. മഹാബലി അത് നൽകാമെന്ന് സമ്മതിച്ചു. തൽക്ഷണം പ്രപഞ്ചത്തോളം വലിയ ആകാരം കൈക്കൊണ്ട് വാമനൻ 2 അടി കൊണ്ട് ഭൂമിയും ആകാശവും അളന്നു. ശേഷം 3-ാമത്തേത് എവിടെയെന്ന ചോദ്യത്തിന് സത്യവാനായ മഹാബലി ചക്രവർത്തി സ്വന്തം ശിരസ്സു കുനിച്ചു കൊടുത്തു. വാമനൻ ആ ശിരസിൽ ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു. തൻ്റെ പ്രിയ ജനതയെ ആണ്ടിലൊരിക്കൽ വന്നു കണ്ടുകൊള്ളാൻ മഹാബലിക്ക് വാമനൻ നൽകിയ അവസരമാണ് തിരുവോണമായി കേരളീയർ ആഘോഷിക്കുന്നത്. ഓണത്തിന് പല അനുഷ്ഠാനങ്ങളുണ്ട്. പൂക്കളമിടൽ, തിരുവാതിരകളി, പുലികളി, ഓണത്തല്ല്, തൃക്കാക്കരയപ്പൻ, ഓണത്തപ്പൻ, വടംവലി, ഊഞ്ഞാലാട്ടം, തുമ്പിതുള്ളൽ, ഓണവില്ല്, കാഴ്ചക്കുല, അത്തച്ചമയം, വള്ളംകളി, ഓണപ്പന്ത് കളി. പിന്നെ ഏറ്റവും പ്രാധാന്യം സദ്യ തന്നെയാണ്. പുതുവസ്ത്രമണിഞ്ഞ് വാഴയിലയിൽ സദ്യ ഉണ്ണുന്നതും പായസം കഴിക്കുന്നതും വളരെ പ്രാധാന്യം തന്നെ. കേരളീയരാണ് ഓണാഘോഷം നടത്തിയത് എന്നാണ് ഐതിഹ്യമെങ്കിലും അതിനേക്കാൾ വളരെ മുൻപേ തന്നെ കേരളത്തിലും മധുര ഉൾപ്പെട്ട തമിഴ്നാട്ടിലും മറ്റും ഓണാഘോഷം നടന്നിട്ടുള്ളതായി സംഘകൃതികൾ വെളിപ്പെടുത്തുന്നുണ്ട്. സംഘകാല കൃതിയായ മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ കാണുന്നത്. തിരുമാൾ മഹാവിഷ്ണുവിൻ്റെ ജന്മദിനമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് മധുരൈ കാഞ്ചി 590 മുതലുള്ള അടികളിൽ പറയുന്നു. പിന്നീട് കാർഷികവും വാണിജ്യവുമായി അത് മാറി. കർക്കിടക മാസത്തിന് ശേഷം മാനം തെളിയുന്ന ഈ കാലത്താണ് വിദേശ കപ്പലുകൾ പണ്ട് സുഗന്ധദ്രവ്യ വ്യാപാരത്തിനായി കേരളത്തിൽ കൂടുതലായി അടുത്തിരുന്നത്. അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന ഈ മാസത്തെ പൊന്നിൻ ചിങ്ങ മാസമെന്നും ഓണത്തെ പൊന്നോണമെന്നും വിളിക്കാനുള്ള കാരണമതാണ്. പരശുരാമ കഥയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യവും ഓണത്തെ സംബന്ധിച്ചുണ്ട്. വരുണനിൽ നിന്നും കേരളക്ഷേത്രത്തെ മോചിപ്പിച്ച് ബ്രാഹ്മണർക്ക് ദാനം നൽകിയ പരശുരാമൻ അവരുമായി പിണങ്ങിപ്പിരിയുന്നു. മാപ്പപേക്ഷിച്ച ബ്രാഹ്മണരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വർഷത്തിലൊരിക്കൽ തൃക്കാക്കരയിൽ അവതരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ആ ദിവസമാണ് ഓണമെന്നും മറ്റൊരു ഐതിഹ്യം. മാവേലിയെ വരവേൽക്കാൻ അത്തം മുതൽ പൂക്കളമിടുന്നവർ ഉത്രാടം വരെ പൂക്കളമൊരുക്കി തിരുവോണത്തിന് പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ വെച്ച് പൂജിക്കുകയാണ് ചടങ്ങ്. നാക്കിലയിട്ട് അതിനു മുകളിൽ പീഠം വെച്ച് അരിമാവ് കൊണ്ട് കോലം വരച്ച് പൂക്കളിൽ തൃക്കാക്കരയപ്പനെ വയ്ക്കും. മാദേവരെ വയ്ക്കുക എന്നും പറയാറുണ്ട്. മാവേലി, തൃക്കാക്കരയപ്പൻ, ശിവൻ എന്നീ സങ്കല്പങ്ങളിൽ 3 മാദേവരെയാണ് മിക്കവാറും എല്ലായിടങ്ങളിലും വയ്ക്കാറുള്ളത്. തൃക്കാക്കരയപ്പൻ മാവേലിയാണെന്നും വാമനനാണെന്നും ചില തർക്കങ്ങൾ ഉണ്ട്. എന്നാൽ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഐതിഹ്യപ്രകാരം മാദേവർ മഹാവിഷ്ണുവെന്ന സങ്കല്പം തന്നെയാണ്. ചേര സാമ്രാജ്യത്തിലെ 56 നാട്ടുരാജാക്കന്മാരും സാമാന്തന്മാരും പ്രഭുക്കളുമെല്ലാം പെരുമാളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നുവത്രേ. ഒരിക്കൽ ഇതിന് ഭംഗം വന്നപ്പോൾ തൃക്കാക്കര എത്താത്തവർ വീട്ടിൽ തന്നെ ഓണം ആഘോഷിക്കണമെന്ന് പെരുമാളുടെ കൽപ്പന ഉണ്ടായത്രേ. ഇതേ തുടർന്നാണ് വീടുകളിൽ തിരുവോണ ദിവസം തൃക്കാക്കരയപ്പൻ്റെ മൺവിഗ്രഹം പൂജിക്കാൻ തുടങ്ങിയതെന്നാണ് ഐതിഹ്യം.
ഉത്രാടം മുതൽ തൃക്കാക്കരയപ്പനെയും തിരുവോണത്തിന് മഹാബലിയെയും വയ്ക്കുന്നവരുണ്ട്. മഹാബലിക്കൊപ്പം മുത്തശ്ശിയമ്മ, കുട്ടിപ്പട്ടർ, അമ്മി, ആട്ടുകല്ല്, അരകല്ല്, ഉരൽ തുടങ്ങിയ മൺശില്പങ്ങളും വയ്ക്കുന്ന ചടങ്ങുകളുണ്ട്. വള്ളുവനാട്ടിൽ അത്തം മുതൽ മാതേവരെ വയ്ക്കുന്നവരുമുണ്ട്. തുമ്പപ്പൂക്കുടം കൊണ്ട് പൂമൂടൽ നടത്തി തൃക്കാക്കരയപ്പന് അടനിവേദ്യം തിരുവോണത്തിന് നേദിക്കും. മധ്യകേരളത്തിൽ അമ്പും വില്ലും കൊണ്ട് ഈ അടയിൽ അമ്പെയ്യുന്ന ചടങ്ങുമുണ്ട്. തിരുവോണത്തിന് തൃക്കാക്കരയപ്പനെ വരവേറ്റ് പൂജിക്കുക എന്ന സങ്കല്പം കേരളത്തിലെല്ലായിടത്തും ഒന്നുതന്നെ. 5-ാം ഓണം വരെ പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ വയ്ക്കുന്നതാണ് പൊതുവായ ആചാരം. കാണം വിറ്റും ഓണമുണ്ണണമെന്നാണ് പഴഞ്ചൊല്ല്. കൂട്ടായ്മയുടെ ആഘോഷം കൂടിയാണ് ഓണം. ഗതകാല സ്മരണകൾ ഉണർത്തിക്കൊണ്ട് വീണ്ടും ഒരു ഓണം. എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി ഓണം.